പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാട്സപ്പിൽ ഒരു സ്നേഹിതൻ അയച്ച ഒരു സന്ദേശത്തോടൊപ്പം ചിലത് കൂടി കൂട്ടി വായിച്ചോട്ടെ. നമ്മുടെ മരണവും വിവാഹവും തികച്ചും വ്യത്യസ്തമാണ്. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ സാമ്യമുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 ഘട്ടത്തിലും ഒരേ ഒരു വ്യക്തിയാണ് അന്നത്തെ താരം. ആള് കൂടുന്നു, മറ്റുള്ളവരുടെ സഹായത്തോടെ വസ്ത്രമണിയുന്നു, പുറപ്പെടുന്നു, കൂടെ ആള് പോകുന്നു, ഇറങ്ങുന്നേരം ഏറ്റവും ബന്ധപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നു. ഒരിടത്ത് സന്തോഷം കൊണ്ട്, മറ്റൊരിടത്ത് ദുഃഖം കൊണ്ട്. വിവാഹവും മരണവും പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ്. വിവാഹം കഴിഞ്ഞു പെണ്ണിനോട് ചേർന്നാണ് കിടത്തം. മരണം കഴിഞ്ഞാലോ മണ്ണിനോട് ചേർന്നു. ഒരു പോക്ക് മണിയറയിലേക്കാണെങ്കിൽ മറ്റൊരു പോക്ക് മണ്ണറയിലേക്കാണ്. ഒന്ന് ജീവിതം ആസ്വദിക്കാനാണ്, മറ്റൊന്ന് ജീവിതത്തിലെ കർമ്മഫലം ആസ്വദിക്കാൻ. കൂട്ടുകാരെ, വിവാഹ മരണങ്ങളിലെ കാര്യമായ ചില വ്യത്യാസം പറഞ്ഞോട്ടെ. വിവാഹത്തിന് നിശ്ചയമുണ്ട്, ഒരുങ്ങാൻ ഏറെ സമയമുണ്ട്. എന്നാൽ മരണത്തിന് ഇത് രണ്ടുമില്ല. എന്നും ഒരുങ്ങി നിന്നോളണം. വിളി വന്നാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു നീക്കുപോക്കുമില്ല. സുഹൃത്തെ, മണിയറ എല്ലാവർക്കും വിധിച്ചതല്ല, പക്ഷേ മണ്ണറ എല്ലാവർക്കും വിധിച്ചതാണ്. ഒരു പ്രവാചക വചനം പറഞ്ഞോട്ടെ. തിരുദൂതർ പറഞ്ഞു, മരണത്തെയും പരലോകത്തെയും കുറിച്ച് ഓർക്കുകയും അതിനുവേണ്ടി വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. തിരുദൂതർ പറഞ്ഞ യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ദുആ വസിയത്തോടെ